കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി ആർ.എൽ.വി. രാമകൃഷ്ണൻ എന്ന നർത്തകനെതിരെ നടത്തിയ പരാമർശം ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാണ്. അവർ പറഞ്ഞത് നൃത്തം ചെയ്യാൻ സൗന്ദര്യം വേണം, വെളുപ്പ് വേണം. വെളുപ്പ് നിറമില്ലാത്ത കാക്കയെ പോലെ ഇരിക്കുന്ന ആളുകൾ നൃത്തം ചെയ്താൽ നന്നാവില്ല. ഏതായിരുന്നു വിവാദ പരാമർശം. എന്നിട്ട് മാത്രമല്ല, അവർ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഇനിയും പറയുമെന്ന് പറയുന്നു. അപ്പോൾ വളരെ ലജ്ജാകരവും നിന്ദ്യവുമാണ് സത്യഭാമയുടെ പരാമർശം. പക്ഷേ ഇതിൽ നമ്മൾ ധാർമ്മിക രോഷം കൊള്ളുമ്പോൾ നമുക്ക് കറുപ്പിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഞാനിപ്പോൾ കാണുകയാണ്, പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുകയാണ്, നൃത്തത്തിൽ മാത്രമാണോ നമ്മുടെ നൃത്തത്തിൽ വരുന്ന കുട്ടികൾ, കറുത്ത നിറമുള്ള കുട്ടികളെ വെള്ള പൂശിയിട്ടല്ലേ വേദിയിൽ കയറ്റുന്നത്? നമ്മുടെ മലയാള സിനിമയിൽ എത്ര വെളുത്ത നിറമില്ലാത്ത എത്ര പേരുണ്ട്, എത്ര കറുത്ത ആളുകളുണ്ട്? എന്തിന് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ചാനലുകളിൽ എന്തുകൊണ്ടാണ് കറുത്ത നിറത്തിലുള്ള അവതാരകരോ വാർത്ത വായിക്കുന്നവരോ ഇല്ലാത്തത്? അപ്പോൾ കറുപ്പിനെതിരെയുള്ള അധിക്ഷേപം നിന്ദ്യമാണ്, അപലപനീയമാണ്. പക്ഷേ ഇത് പറയുന്ന മലയാളി ഈ കറുപ്പിനെ ചതുർത്ഥിയായി കാണുന്നവരല്ലേ? നമ്മുടെ ഒരു ഹിപ്പോക്രസി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും കലാമണ്ഡലം സത്യഭാമ അക്ഷരാർത്ഥത്തിൽ കാലഹരണപ്പെട്ട ഒരു മനസ്സിൻ്റെ പ്രതീകമാണ്, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് സമൂഹത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മാധ്യമ ലോകത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, നമ്മളെ തന്നെയും വിചാരണയ്ക്ക് വെക്കേണ്ടതുണ്ട്. വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരോട് ആരാണാവോ പറഞ്ഞത്, ഏത് നാട്യശാസ്ത്രത്തിലാണാവോ പറഞ്ഞത് ഈ നിറമുള്ളത്? ഇപ്പൊ സൗന്ദര്യ സങ്കല്പം പോലും എന്തുമാത്രം ആപേക്ഷികമാണ്. അതെ അതെ, നീഗ്രോയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്തവനാണ് ഈ തീർച്ചയായിട്ടും വെളുത്തവനാണ് സൗന്ദര്യമുള്ളത്. നമ്മൾ വെളുത്തവർ പോലും അല്ല. കലാമണ്ഡലം സത്യഭാമയെ പോലുള്ളവരുടെ മുമ്പിൽ വരുന്ന ഒറ്റ നർത്തകിയും വെളുത്തവനല്ല, ബ്രൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന നമ്മൾ വൈറ്റ് മെൻ പോലും അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് വൈറ്റ്സിന് അവരുടെ സൗന്ദര്യ സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ. ഈ നടനത്തിൻ്റെ രാജൻ ശിവനാണ് നടരാജൻ. യെസ്, നടരാജൻ കറുത്തതാണ്, കറുത്ത ശിവനാണ്. കറക്റ്റ് നല്ല കറക്റ്റ്. അവരോടൊക്കെ മറുപടി പറയേണ്ട സത്യത്തിൽ എനിക്ക് തോന്നുന്നു എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. സൗന്ദര്യം വേണമെന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അത് ശരീരത്തിൻ്റെ ഈ അഴകളവുകളുടെ ഒരു അളവാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു വളരെ തടിച്ച ശരീരമുള്ള ഒരാൾ ഭരതനാട്യം ചെയ്താൽ അതിന് അഭംഗിയുണ്ടെന്നുള്ളത് സത്യമാണ്. അതെ അതെ, അതുകൊണ്ടാണല്ലോ ഈ കഥകളിക്കും നൃത്തത്തിനും ഒക്കെ മെയ് വഴക്കം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അവയവങ്ങളുടെ ഒരു പ്രൊപ്പോർഷനാണ്, അതിന്റെ ഒരു അകലം, എല്ലാത്തിനും കണക്കുണ്ടല്ലോ. സംഗീതം മാത്ര കണക്കാണെന്ന് പറയും പോലെ അളവ് കണക്കുണ്ടല്ലോ ശരീരം, അത്രയേ ഉള്ളൂ സൗന്ദര്യത്തിന്. അത് നിറവുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഈ പറഞ്ഞ വെളുത്ത തൊലിയുള്ളവന് മാത്രം സുന്ദരനായിട്ട് വരില്ലേ? നമ്മുടെ സൗന്ദര്യ മത്സരങ്ങളിൽ എത്ര കറുത്ത വർഗ്ഗക്കാരാണ് ജയിച്ചു വരുന്നത്? നമ്മൾ ഭൂമിയിൽ ഏറ്റവും നല്ല ഷോസ് ഒക്കെ നടത്തുന്നത്, ബോഡി ഷോയിലും മികച്ചു നിൽക്കുന്ന ആരാണ്? ആരോഗ്യത്തിൽ ആലോചിച്ച് നോക്കൂ, കറുത്തവനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ലോകമില്ലല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ പോലും എനിക്ക് തോന്നുന്നു പകുതിയുമാണ്. അവിടെ വെളുത്തവനും കറുത്തവനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സൗന്ദര്യ മത്സരത്തിൽ രണ്ടു കൂട്ടർക്കും അതിൻ്റെ മാനദണ്ഡ പ്രകാരം പങ്കെടുക്കാം. അല്ലെ, സൗന്ദര്യം എന്ന് പറയുന്നത് വെറും മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. ഫിബോനാച്ചി സംഖ്യകളുണ്ട്. ഫിബോനാച്ചി സംഖ്യകളുടെ പ്രൊപ്പോർഷനാണ് സൗന്ദര്യം നിശ്ചയിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്, മാത്തമാറ്റിക്സ് പറയുന്നത്. കറക്റ്റ് ആയിരിക്കട്ടെ, പ്രൊപ്പോർഷനാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അതാണ് അത്. ജീവിതത്തിൻ്റെ താളമുണ്ട്, ശരീരത്തിൻ്റെ താളമുണ്ട്. ആ താളം മുഴുവനും മാത്രമേ കണക്കാണല്ലോ, ഒരു നോട്ട്സ് എന്നല്ലേ നമ്മുടെ സംഗീതത്തിൽ പറയാം, അതിന് ശരീരത്തിൻ്റെ കണക്ക്. പക്ഷേ ഇത് ശരിയാണ് സാർ. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളല്ല എല്ലാ ചാനലുകളും അല്പം പൗഡർ പൂശുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈ മേക്കപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മളെ മേക്കപ്പ് മാൻമാർക്ക് എന്താ പണി? കറുത്തവനെ വെളുപ്പിക്കുക. അതാണ്. അല്ല, എവിടെയെങ്കിലും കറുത്ത പാടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മായ്ച്ചു കളയുക. അതാണല്ലോ ഈ മേക്കപ്പ് എന്ന് പറയുന്ന സാധനം. ഒറിജിനൽ മനുഷ്യൻ്റെ ഈ തനിമ, സൗന്ദര്യത്തിൻ്റെ ഒരു ഈ അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, ഈ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സുഗന്ധത്തെക്കുറിച്ചൊരു വിഖ്യാതമായ പ്രയോഗമുണ്ട്. നമ്മൾ വാരിപ്പൂശുന്ന പെർഫ്യൂമിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എപ്പോഴും ഒറിഫ്യൂമാണ്. എന്ന് വെച്ചാൽ ഒറിജിനൽ മണം. അങ്ങനെ സാധനമുണ്ട്. സൗന്ദര്യത്തിനും അതേ ഉള്ളൂ. ഇതിലിപ്പോൾ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഉയർത്തേണ്ടത്, മാധ്യമ ലോകം ഉയർത്തേണ്ടത് ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ്. ഞാൻ ഈ കൈരളി TV വേണ്ടി ഷെയർ പിരിക്കാൻ വേണ്ടി ഓടി നടന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ഒരു വലിയ ഓഫറും ഇതായിരുന്നു. ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുത്തൻ സംസ്കാരം പണിയുന്ന ആ ചാനൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ഇത്തിരി നിറം കുറഞ്ഞ ഒരു കുട്ടിയെ ന്യൂസ് റീഡേഴ്സായിട്ട് എവിടെയും കണ്ടിട്ടില്ല. വേണ്ട, ഞാൻ പറയുന്നത് ഇനി വെളുത്തവരെ തെരഞ്ഞു നടക്കുകയെന്ന് വിചാരിച്ചോളൂ. ഞാൻ റിട്ടയർ ചെയ്ത നന്നായി ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ കഴിയുന്ന എത്രയോ പേര്, ചില്ലറ റെമ്യൂണറേഷൻ കൊടുത്താൽ മലയാളത്തിൽ വായിക്കാൻ കിട്ടും. BBC അങ്ങനെ ഹയർ ചെയ്യുന്നുണ്ട്, സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. BBC മലയാളത്തിൽ ഇപ്പോഴും സംസ്കാരം വന്നിട്ടില്ല. ന്യൂസ് റീഡേഴ്സൊക്കെ ദൂരദർശൻ ആദ്യകാലത്ത് ചെയ്തിരുന്നു. ന്യൂസ് റീഡേഴ്സിനെ ഇപ്പോഴും
നല്ല കരാറ് കൊടുത്താൽ ഒരു ജീവിതകാലത്തെ മുഴുവൻ അനുഭവം വെച്ച് ഗംഭീരമായി നല്ല പക്വതയോടെ വാർത്ത വായിക്കാവുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേരെ നമുക്ക് കിട്ടും. 60, 70 അവർ വെറുതെ വീട്ടിലിരിക്കുകയാണ്. TAD ചെറിയ സംഖ്യ കൊടുത്താൽ മതിയാവും. ചിലവ് കുറച്ച് മാധ്യമം നടത്താൻ പറ്റും. പക്ഷേ നമ്മളെ സംസ്കാരം അനുവദിക്കുന്നില്ല. നമുക്ക് നല്ല കിളുന്ന പെൺകുട്ടികൾ മേക്കപ്പ് തുടുത്തിരിക്കണം, അവർ വേണം. ആ കൾച്ചർ. ഈയിടെ മലയാളത്തിലെ ഒരു ചാനലിൽ സിനിമാ നടിയെ പോലെ ഇരിക്കുന്ന അവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു ന്യൂസ് റീഡർ വന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ടായിരുന്നു, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. എന്തൊരു കഷ്ടം. അല്ല, ഞാൻ ഈ നമ്മുടെ ചാനലുകൾ ഈ സത്യഭാമ രാമകൃഷ്ണൻ വിഷയത്തിലെടുത്ത ധാർമ്മിക രോഷത്തെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകളിൽ സാറ് പറഞ്ഞതുപോലെ, മാഷ് പറഞ്ഞ പോലെ കറുത്ത നിറമുള്ള തൊലി നിറമുള്ള ഒരാളെ പോലും കാണാൻ? അത് ന്യായമായി. ഇവർ ഈ പറയുന്നവർ ഈ വാർത്ത കത്തിക്കുന്ന എല്ലാവർക്കും സ്വയം പരിശോധിക്കാൻ ഇതൊരു അവസരം. സിനിമയിലേക്ക് വരൂ. എൻ്റെ ഓർമ്മയിൽ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളത് ലെനിൻ രാജേന്ദ്രൻ്റെ മീനമാസത്തിലെ സൂര്യൻ എന്നുള്ള സിനിമ, കയ്യൂർ സമരത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അതിൽ രേഖ എന്ന് പറയുന്ന ഒരു നായിക ഉണ്ടായിരുന്നു, ഒരു കറുത്ത നടി, പഴയ രേഖ. പിന്നീട് മലയാള സിനിമയിൽ ഒരു കറുത്ത നായികയെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയത് ആ കൂട്ടത്തിൽ വന്ന ഒരാളാണ് അതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. കുക്കു പരമേശ്വരൻ നായികയായി, ചെറുതെങ്കിലും അത്ര ചെറിയ സിനിമയാണ്. പക്ഷേ കുക്കു ഒക്കെ എവിടെ പോയി? മലയാള സിനിമ നമ്മളിപ്പോൾ ഈ വലിയ താരാരാധനയോടെ ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ വെളുപ്പിന് 4 മണിക്കാണെങ്കിലും 3 മണിക്കാണെങ്കിലും പോയി കാണുന്നു. അതിലൊന്നും ഒരു കറുത്ത നായകനോ കറുത്ത നായികയോ ഇല്ല. ഇല്ല, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ RLV പരമേശ്വരൻ, എന്താണ് RLV രാമകൃഷ്ണൻ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. കലാമണ്ഡലം, ഈ കലാഭവൻ മണിക്ക് മുമ്പ് മലയാള സിനിമയിൽ അത് അദ്ദേഹം മാത്രം എടുത്ത റിസ്ക് അല്ല, എടുത്തു വിനയൻ സാറൊക്കെ എടുത്ത റിസ്ക്കാണ്. ഒരു നായകൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മലയാളത്തിൽ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. അതെ, ചേട്ടനായതുകൊണ്ടല്ല, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ചില സംവിധായകർ തയ്യാറായവരുടെ മനസ്സ് വളർന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭയും, അപാരമായ പ്രതിഭയും, അത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ കലാഭവൻ മണിക്ക് മുമ്പും അദ്ദേഹത്തോളമോ അദ്ദേഹത്തെക്കാളോ പ്രതിഭയുള്ളവരുണ്ടായിരുന്നിരിക്കാം. അവസരങ്ങൾ ചോദിക്കാൻ പോലും ധൈര്യമില്ലാതെ പോയ, തൊലിവെളുപ്പില്ലാതെ പോയ, വെളുക്കാത്ത രതീഷിനെ പോലുള്ള നായകന്മാരുണ്ടായിരുന്നു. പക്ഷെ എവിടെ പോയി? രതീഷ് അത്ര വെയിറ്റ് ആയിരുന്നില്ല. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദർശമൊക്കെ പറയുന്നുണ്ട്, മലയാളികളുടെ ഹിപ്പോക്രസി. നമ്മളിതൊക്കെ വലിയ മോശം, കറുപ്പ് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടിയ വെളുക്കാനുള്ള മേക്കപ്പ് ക്രീം വാങ്ങും, കുട്ടികൾ വെളുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ ചായം പൂശി ഇറങ്ങി നടക്കും. പക്ഷേ വെളുത്ത ആളുകളുടെ സിനിമയെ കാണുള്ളൂ. നൃത്തത്തിന് കുട്ടികളെ വിട്ടാൽ എൻ്റെ കുട്ടി കറുത്തതാണ്, കറുത്ത വേഷത്തിൽ നൃത്തം ചെയ്യട്ടെ, നടരാജൻ കറുപ്പാണ് എന്ന് പറയാൻ ഒരു പേരൻസും തയ്യാറല്ല. അല്ല, തീർച്ചയായിട്ടും. മേക്കപ്പ് ഇല്ലാതെ വന്നാൽ, നമ്മുടെ സ്കൂൾ അധ്യാപകനായിരുന്നല്ലോ മാഷ്, മേക്കപ്പ് ഇല്ലാതെ കലോത്സവത്തിൽ വന്നാൽ മാർക്ക് ഇടുമോ? ഇല്ല, മേക്കപ്പിന് മാർക്കുണ്ട് പ്രത്യേകം. അതെ, നമ്മൾ ഇൻഡെക്സിൽ കോളം തിരിച്ചു കൊടുക്കും. അപ്പോൾ വെളുപ്പിച്ചാലേ മാർക്ക്. അതാണ് ആ ധാരണ, അതാണ്. പിന്നെ ഈ ടീച്ചർ പറയുന്നതിന് മണ്ടത്തരം ആലോചിച്ച് നോക്കൂ. മോഹിനി എന്ന് പറയും, മോഹിനിയാട്ടം ആടണമെങ്കിൽ സൗന്ദര്യം വേണമെങ്കിൽ വെളുക്കണം എന്നൊക്കെ പറയുന്നത്. മോഹിനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുന്ദരിമാരുടെ അല്ലെങ്കിൽ ഈ സൗന്ദര്യത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് തീർച്ചയായിട്ടും മോഹിനിയാട്ടം. പക്ഷെ ആ സൗന്ദര്യം ഈ പ്രതിദേശ ഭിന്നമാണ്, പ്രതിജന ഭിന്നമാണ്. അതെങ്ങനെയാണ് ഇവിടുത്തെ ഈ ബ്രൗൺ തൊലിയുള്ളവൻ്റെ മാത്രം സൗന്ദര്യം വെച്ച് ടീച്ചർ അതേ കണ്ടുള്ളൂ. കുളത്തിലെ തവളയാണ് ടീച്ചർ കണ്ട സൗന്ദര്യം വെച്ച് ടീച്ചറിന് മുമ്പിൽ വന്ന് ടീച്ചർ ധരിച്ചു വെച്ചിരിക്കുന്ന പരമ്പരാഗത കൺസെപ്റ്റ് സങ്കല്പം വെച്ച് വളരെ പരമയാഥാസ്ഥികമായൊരു നിലപാടാണ്. പക്ഷേ ഞാൻ ആ യാഥാസ്ഥികത്തെ പിന്തുണയ്ക്കുക വേറൊരർത്ഥത്തിൽ. കാരണം മലയാളിയുടെ മനസ്സിലുള്ള ഈ കാപട്യമാണ് അവർ തുറന്നു പറയുന്നത്. കറക്റ്റാണ്, അത് വളരെ ശരിയാണ്. ഒരു കലാമണ്ഡലം സത്യഭാമ വേണ്ടി വന്നു, നമുക്ക് നമ്മുടെ തന്നെ നമുക്ക് സ്വന്തം മുഖത്തേക്ക് കണ്ണാടി വെക്കാനുള്ള അവസരമാണ് സത്യഭാമയുടെ തുറന്നു പറച്ചൽ. ഇത് വേറെ ഒരു ഗുണമുണ്ട് സാർ, ഈ ചർച്ച വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമരംഗത്തും നമ്മുടെ പൊതുരംഗത്തും ഒക്കെയുള്ള പൊതുബോധം സൗന്ദര്യത്തെക്കുറിച്ചുള്ളത് ഇത് ഏറ്റവും മൗലികമായി കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ പോലുമാണ്. തീർച്ചയായും. നമ്മുടെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? ഇപ്പോൾ എനിക്ക് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും. ഒരു ഹൈസ്കൂൾ ലെവൽ +2 ലെവലിലൊക്കെ എത്തുമ്പോൾ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ പലരുടെയും കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്നത് ഈ നിറമാണ്. പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പലപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ക്ലാസ്സിലെ ഇടവേളകളിൽ, സ്കൂളിലെ ഇടവേളകളിൽ പോലും ചിലവഴിക്കുന്നത് അവർ കരുതി കൊണ്ടുവന്ന മേക്കപ്പ് വീണ്ടും അണിയാനാണ്. അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ചില കൗൺസിലിംഗ് വേളകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില കുട്ടികളുടെയൊക്കെ ഈ ഡിപ്രഷൻ തുടങ്ങിയ ഈ വിഷാദ രോഗത്തിനൊക്കെ കാരണം നോക്കുമ്പോൾ കുടുംബത്തിൽ ഒരു കുട്ടി കറുത്തതായി പോയിട്ടുണ്ടാവും. എന്തോ പാരമ്പര്യമായ കാരണങ്ങൾ, എവിടെയോ ഒരു ജനറ്റിക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കൂട്ടുകാരികൾ മുഴുവൻ വെളുത്തതാണെങ്കിൽ ഒരു കുട്ടി അതിൽ കറുത്തിട്ടുണ്ടാവും. ആ കുട്ടിയുടെ പഠനത്തെ അത് ബാധിക്കുന്നു. മാത്രമല്ല കുടുംബത്തിന് വലിയ ആശങ്ക, കുടുംബത്തിൽ വലിയ വിവേചനം നേരിടുന്നുണ്ട് കുട്ടികൾ. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അല്ല, കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ ഈ കുട്ടി വന്നില്ലെങ്കിൽ ആ കറുത്ത കുട്ടി എന്ത് ചോദിക്കും. വേറൊന്ന്,
കുടുംബത്തിനകത്ത് തന്നെ ഒരു കുട്ടി കറുത്തതായിട്ട് പിറന്നു പോയ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടങ്ങളിലൊന്നാണത്. തീർച്ചയായും എനിക്കറിയാം, എൻ്റെ കുടുംബത്തിൽ ആ പ്രശ്നമുണ്ട്. ഉണ്ടാവും സാർ, ഇത് വലിയ തോതിലുണ്ട്. എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വിവാഹാലോചന കിട്ടുന്നില്ല. ഇതാണ് നമ്മളെ കൺസെപ്റ്റിൻ്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ ഒരു മനസ്സ് സങ്കല്പം മാറേണ്ടതുണ്ട്. ആമ്പിള്ളേരുടെ സങ്കല്പം മാറേണ്ടതുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു സിമെട്രിക്കലായ കണക്കാണ്, സിമെട്രിയുടെ കണക്കാണ്, ബോഡിയുടെ സിമെട്രിക്കാണ് നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീടുകളിലുണ്ട്. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകനും വെളുത്തവരാണ്, മോള് കറുത്തതാണ്. എന്നാലും എൻ്റെ നിറം നിനക്ക് കിട്ടിയില്ലോടി എന്ന് പറയുന്ന എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ നിറം നിനക്ക് കിട്ടിയില്ലല്ലോ മോളെ. ഇതാണ് നമ്മുടെയൊക്കെ ഓരോ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു വ്യഥയുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ കിടക്കുക. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സത്യഭാമ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കലാമണ്ഡലം സത്യഭാമയെ മാത്രമല്ല നമ്മൾ ക്രൂശിക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നാഗവല്ലി എന്ന് പറയുന്ന പോലെ ഉറങ്ങിക്കിടക്കുന്ന സത്യഭാമമാർ ഇടയ്ക്കിടയ്ക്ക് തലപുത്തി വരാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഈ പറഞ്ഞ കറുപ്പ് വിരുദ്ധത, കറുപ്പിനോട് തോന്നുന്നൊരു വല്ലാത്ത വിദ്വേഷം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഇതാണെങ്കിൽ ഇനി മലയാളത്തിൽ ആലോചിക്കേണ്ട നടക്കേണ്ട ചില കലാപങ്ങളുണ്ട്. ഇപ്പോൾ താണജാതിക്കാരെ കല്യാണം കഴിക്കുന്ന വിപ്ലവകരാണ് പലപ്പോഴും. അപ്പോഴും താണജാതി, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, താണജാതിയിലെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളെയാണ് പലപ്പോഴും പ്രണയിക്കാൻ പോറുള്ളത്. കാരണം പ്രണയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം സൗന്ദര്യമാണ്. ബാക്കി എന്തില്ലെങ്കിലും ജാതി മാറാം, സാമ്പത്തികമായിട്ടില്ല എങ്കിലും നിറമുള്ള കുട്ടിയെ പ്രണയിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു പ്രണയത്തിൽ ഇനി നടക്കേണ്ട പ്രധാനപ്പെട്ട കലാപം കറുത്ത പെൺകുട്ടികളെ പ്രണയിക്കാൻ, ഈ സൗന്ദര്യ സങ്കല്പത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ ആൺകുട്ടികളുടെ മനസ്സിലും വലിയ വിപ്ലവം നടക്കേണ്ടതുണ്ട്. ഞാനൊരു കറുത്ത, ഇപ്പോൾ ആനി രാജ പറയാറുണ്ട്, ഞാനൊരു ദളിതനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് ചെറുപ്പത്തിലെ തീരുമാനിച്ചിരുന്നു. ദളിതനെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, ഡി രാജയെ പോലെ കറുത്തൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ആണ് അതിലെ യഥാർത്ഥ കലാപം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ആൺകുട്ടികളുടെ മനസ്സിലും കല്യാണത്തെക്കുറിച്ചുള്ള, വിവാഹത്തെക്കുറിച്ചുള്ള, തൻ്റെ പങ്കാളിയെക്കുറിച്ചുള്ള, പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലില്ല. വരണം സാർ. അത് തീർച്ചയായിട്ടും ചില സാമൂഹ്യ അടിസ്ഥാന വിപ്ലവങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് സമയമെടുക്കും. വന്നേ തീരൂ. കാരണം വേറെ കാര്യമുണ്ട്, ഇതിപ്പോൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം കറുപ്പ് മോശമാണെന്നും വെളുപ്പാണ് ഒരു വാഗ്ദാനം എന്നും പ്രചരിപ്പിക്കുന്ന വലിയ MNCകളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികൾ. കോടിക്കണക്കിന് രൂപയാണ് ക്യാമ്പയിൻ ചെയ്തത്. അതിൻ്റെ പരസ്യങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വെളുപ്പാണ്, വെളുത്ത സുന്ദരിമാരെ അവതരിപ്പിച്ചുകൊണ്ട് വെളുക്കാനുള്ള ക്രീം, വെളുത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന കറുത്ത നിറമുള്ള ആളുകൾക്ക് ഒരു ആശങ്കയും അപകർഷതാബോധവും ഉണ്ട്. നമ്മുടെ വാണിജ്യ വ്യവസായ മേഖലകളിലും അത്തരത്തിൽ കോർപ്പറേറ്റ്സ് എന്നുള്ളതല്ല, അപ്പോൾ ആളുകൾ വാങ്ങാനുള്ളത് കൊണ്ട്, ഗുണഭോക്താവ് ഉള്ളത് കൊണ്ട് കോർപ്പറേറ്റുകൾക്കാണ് വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവരെ ക്യാമ്പയിനെ ഒരു ആ ക്യാമ്പയിൻ നിലനിൽക്കുന്ന കാലത്തോളം അവർ പുറപ്പെടുവിക്കുന്ന പരസ്യങ്ങൾ, അതാണ് ആ ക്യാമ്പയിനുള്ള കാലത്തോളം ഈ ഒരു വിപ്ലവം സാധ്യമാകുമോ അതുകൂടി ആലോചിക്കേണ്ടതാണ്. അതും വളരെ ഗൗരവമായൊരു വിഷയമാണ്. നമ്മുടെ വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ ഈ വെളുപ്പിന് കൊടുക്കുന്നൊരു പ്രോമിനൻസ്, ഇത്തരത്തിലുള്ള വളരെ വളരെ വ്യത്യസ്തമായ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ കലാമണ്ഡലം സത്യഭാമയുടെ ഈ മണ്ടത്തരം വഴി തുറക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.